നമ്മളെ മുതലാളി എവിടെ പരിപാടി ഒപ്പിച്ചാലും ഇതാണ് അവസ്ഥ. റണ്ണിങ്ങിൽ ഇട്ടാണ്ട് ഒരാൾ ചെയിന് ക്ലീൻ ആക്കിയിരിക്കണം. നമ്മൾ പുതിയൊരു ബ്രഷ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ കേട്ടത്. അതായത് നമ്മൾ കോയമ്പത്തൂർ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെന്നൈ എത്തിയപ്പോത്തിന് അറൗണ്ട് നമ്മളൊരു 400 സംതിങ് കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്തപ്പോത്തിന് ചെയിന് കംപ്ലീറ്റ്ലി മണ്ണ് കുടിക്കും. ആകെ വൃത്തിയുടെ അവസ്ഥയാണ്. തിരിക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്. അത്രയും മണ്ണ് ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുതലാളിൻ്റെ നൈസായിട്ട് പോക്കറ്റിൻ്റെ ഉള്ളിൽ ബ്രഷിന് കുടുക്കി 2 പല്ലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആരും ഒരു പുതിയ അറിവാണ്, ആരും റൈഡ് വണ്ടി ഓണാക്കി ഇട്ടാണ്ട് ഒരിക്കലും ഇത് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് തിരികാൻ പാടില്ല. തിരികെ കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. അതല്ല ഇനി നമ്മുടെ വിരലും കൂടെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വിരലിൻ്റെ പീസും ഉണ്ടാവും, നല്ല സുഖം ഉണ്ടാവും. അതെ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഞാൻ റൈഡ് ക്ലീൻ ചെയ്തോട്ടെ. അപ്പോൾ ശരി. ഇന്നലെ നമ്മളിവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ എന്തെങ്കിലും പേര് മറന്ന് അപ്പോളോയിൽ പോളിമർ എഞ്ചിനീയറാണ്. അപ്പോളോയിൽ പോളിമർ എഞ്ചിനീയർ, അപ്പോളോ ടയർസിൽ ആന്ധ്രയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ സ്റ്റേ ചെന്നൈ സ്റ്റേ. നമ്മളെ ഫസൽ കാക്കു ഷബീബിൻ്റെയും അസ്ലമിൻ്റെയും കസിനാണ്. ഷബീബിൻ്റെയും അസ്ലമിൻ്റെയും കോമൺ കസിൻ എന്ന് പറയുമ്പോൾ ഷബീബും അസ്ലമും ഫസ്റ്റ് ഓഫ് ഓൾ കസിൻസാണ്. ഞാൻ എൻ്റെ വണ്ടി അവിടെ ചെയിൻ ഒന്നാണ് ഹീറ്റ് ആകാൻ വേണ്ടിയിട്ട് ലൂബ് ആവുന്നതിന് മുമ്പ് അവിടെ റണ്ണിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. ക്ലീനാക്കി കഴിഞ്ഞിട്ട് അവിടെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത് അൽഹംദുലില്ലാ ഒരു ദിവസം ഫുള്ള് ടെൻറ്റിലൊക്കെ നിന്ന് ഉറക്കം ശരിയാവാതെ അവിടെ വന്ന് നല്ല അടിപൊളി താത്തി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് നല്ല നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ഒക്കെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, ഉറക്കൊക്കെ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ചെന്നൈ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇന്നലെ നല്ല മഴ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം സെറ്റിൽഡായി. ഒരു ചെറിയ മഴ കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയിനും കാര്യങ്ങളൊക്കെ ആകെ അലമ്പായിട്ടുണ്ട്. പ്ലസ് ടോട്ടൽ നമ്മളിപ്പോൾ ഒരു 650 കിലോമീറ്ററോളം ഓടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊന്ന് ചെയിനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വണ്ടി പട്ടണമാരെയൊക്കെ ഒന്നാണ് വെള്ളമൊക്കെ വെച്ച് തുടച്ച് കുട്ടപ്പനാക്കിയിട്ട് ഇന്ന് നമ്മൾ ചെന്നൈ എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മളെ കന്നാസ് 2 ലിറ്ററിൻ്റെ 2 കന്നാസൊക്കെയാണ് നമ്മളെ മുതലാളി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സുഖം കേട്ടോ. നമ്മൾ നല്ല കുടിവെള്ളം കിട്ടുന്ന സ്ഥലമൊക്കെ ആകുമ്പോൾ കന്നാസിൽ വെള്ളം നിറക്കും. പിന്നെ നമ്മൾ ഡീഹൈഡ്രേഷൻ ബാഗിലാണ് നിറക്കും. ഇതിലാണ് നമ്മൾ സ്റ്റവ് കണ്ടാൽ വലിയ ലഗേജൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ സ്റ്റവ് ഡീസൽ സ്റ്റവ്. ഇന്നലെ യമഹ വരെ അപ്രീഷിയേറ്റ് ചെയ്ത വണ്ടിയാണ് കിടക്കണം അല്ലേ? യമഹന്റെ അവിടുത്തെ മെക്കാനിക്സുകൾ ആദ്യം അന്തം വിട്ടു സംഭവം ചെയ്ത വണ്ടിന് മനസ്സിലാവാണ്. അഡ്വഞ്ചർ FC അഡ്വഞ്ചർ 150 നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് യമഹയുടെ പുതിയ പ്രൊപ്പോസൽ മോഡൽ അഡ്വഞ്ചർ 150. ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആട്ടോ. നമ്മൾ ഉള്ള ഫണ്ട് ഫുൾ ഇതിൽ ഇറക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രിപ്പിന് ഫണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ട് പോർഷനൊക്കെ ഇനിയും മാറാണ്ട്, നമ്മളെ മഡ് ഗാർഡും ഹെഡ്ലൈറ്റൊക്കെ മാറാണ്ട്. വേൾഡ് ട്രിപ്പ് പോകണ്ടേ നമുക്ക്? വേൾഡ് ട്രിപ്പ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പോകേണ്ട ചിത്രക്കപ്പോഴും അത് നമ്മൾ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് കാണാം. നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഡോം ഒന്ന് റെഡിയാക്കാനുണ്ട്. ഹെഡ്ലൈറ്റ് ഇഷ്ടാർ സൈഡിൽ നിന്ന് നമ്മൾ പോരുന്നതിന് മുമ്പ് ഒന്നാണ് സെറ്റാക്കാൻ നോക്കിയതായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ആകാശത്തൊക്കെ അടിക്കണം, നമ്മൾ നേരെ റോട്ടിലേക്കല്ല. അപ്പോൾ അതൊന്നാണ് റെഡിയാക്കണം. നമ്മൾ ഈ ചെയിൻ ക്ലീന് ലൂബ് സംഭവങ്ങളൊക്കെ റൈഡ് കഴിഞ്ഞ് വന്ന രാത്രി അന്ന് തന്നെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങാണ്. അങ്ങനെയാണ് നമ്മൾ ഒറിജിനൽ പ്ലാന് പ്രകാരം. പക്ഷേ എന്നാൽ പിന്നെ എന്താ വെച്ചാൽ എന്നിട്ട് നമ്മളാണ് കുളിച്ച് കിടന്നുറങ്ങി രാവിലെ ആകുമ്പോൾ നമുക്ക് അതിനൊന്നും ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 2 അതൊക്കെ ക്ലീനാക്കിയിട്ട് ഇനി ലൂബ് അടിച്ച് എന്തെങ്കിലും എക്സസ് ലൂബ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് പോകാനുണ്ടെങ്കിൽ ആ സംഭവങ്ങൾ പരിപാടിയൊക്കെ സെറ്റാവും. ഇതേപോലെയാണ് നമ്മളെല്ലാ മൗണ്ടും വരുന്നത് കേട്ടോ. എല്ലാ മൗണ്ടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹെഡ്ലൈറ്റ്
ലൂസായി. ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്നും ശരിക്കും രാത്രി ചെയ്താലേ നമുക്ക് അതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് അറിയുള്ളൂ. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ല് മൗണ്ട് ഇതിമലാണ്, വൈസറിൻ്റെ മൗണ്ട് ഇതിമലാണ്, ഫോഗിൻ്റെ മൗണ്ടും. ഞാൻ ജസ്റ്റ് ഒരു അനക്കം താത്തി. ആ ഏതാ എൻ്റെ ഫോഗ് ലാമ്പൊക്കെ ഇള കൊണ്ടുവരുന്നുണ്ട്. ശരിയാ, വണ്ടിൻ്റെ ഒക്കെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യേണ്ട നമുക്ക്. ഒരുപാട് മെസ്സേജസ് വന്നു തുടങ്ങി. ഓൾറെഡി ഉള്ള പ്ലാൻ ആയിരുന്നു. ഇൻ്റർസെപ്റ്ററിൻ്റെ എന്തായാലും ചെയ്യണം. ഇതെങ്ങനെ ഒരു ക്രൂസർ മോഡ് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്തു എന്നുള്ളത് ഇനിയിപ്പോൾ എൻ്റെ എഫ്സിൻ്റെയും ചെയ്യണം. ഹെഡ്ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് രാത്രി ആയി കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. വണ്ടി ഒന്ന് മാറ്റിയിട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും പോകാണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാനുള്ള ഓരോ സമയം ഇടങ്ങാറാക്കുന്നുണ്ടല്ലോ. ബൈക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യുന്നുണ്ടോ? പറ്റുകയാണെങ്കിൽ ട്രിപ്പിൻ്റെ ഇടയിൽ തന്നെ ചെയ്യാം. ഒരുപാട് പേര് മെസ്സേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യൂറിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു പ്രൊജക്റ്റുമ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് അങ്ങനെ ഓരോ പാർട്സ് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് തന്നെ ഈ സീറ്റൊക്കെ വണ്ടിമ്മ കയറിയപ്പോൾ ഒരുപാട് ആൾക്കാരാണ് കളിയാക്കിയത്. ആ വണ്ടിയുടെ ലുക്സാണ് കളഞ്ഞത്. ലുക്സ് ഇപ്പോഴും ഓക്കെ, പണ്ട് കളിയാക്കിയ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാലും ലുക്സ് ആസ് സച്ച് ഇൻ്റർസെപ്റ്റർ എനിക്കും ആ ഒരു മിനിമൽ ലുക്സിലാണ് എനിക്കിഷ്ടം. ആ സ്ലീക്ക് ഡിസൈൻ സീറ്റും വണ്ടി ഒരു മാക്സിമം സാധനമൊന്നുമില്ലാതെ കുറഞ്ഞ ലുക്സ് എനിക്കിഷ്ടം. പക്ഷേ എൻ്റെ പേർപ്പസ് അതല്ല. നമുക്ക് ലോങ് ടൂറിങ്, അതിൽ കംഫർട്ട്, ആ രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും ചേഞ്ചസ് ഇപ്പോൾ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൈസർ വിൻഡ് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ ആദ്യമേ തന്നെ നമ്മൾ വലിയ കസ്റ്റം ക്ലാമ്പാണ് കൊടുത്തത്. അതിൻ്റെ വൈസർ ഹൈറ്റ് കൂട്ടാനൊക്കെ ഹാൻഡിൽ ബാർ എക്സ്റ്റൻഡേഴ്സ് വെച്ച് ഹാൻഡിൽ ബാർ റേസ് ചെയ്ത് പുറമെ ഹാൻഡിൽ ബാർ മാറി ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ മുന്നിക്കാക്കി ഈ ഒരു ലെവലിലാണ് വരിക. നമ്മളെ കാല് താഴെ വെച്ചാൽ തടയണ ലെവലിലാണ് വരൽ. കസ്റ്റം സീറ്റ് വെച്ച് പിന്നെ ലഗേജ് ക്യാരിയേഴ്സ് അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ എന്തായാലും ചെയ്യും. ഇന്ന് നമ്മളെ 3ാമത്തെ ദിവസമാണ്. ചെന്നൈ എക്സ്പ്ലോർ ചെയ്യാനുള്ള ദിവസമാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ചെന്നൈയിലെത്തി. ഓൾമോസ്റ്റ് 8:30 മണിയായി ചെന്നൈയിലെത്തിയപ്പോൾ. ഇന്നലെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്തിട്ടുള്ള റൈഡായിരുന്നു കേട്ടോ. അങ്ങനെ റിലാക്സ്ഡ് മോഡിൽ അങ്ങനെ വന്ന് ഓരോ സ്ഥലങ്ങളിൽ നിർത്തുമ്പോഴും ഇപ്പോൾ എനിക്കതിൻ്റെ ഇടയിൽ ഒന്ന് ക്ഷീണം വന്ന് ഒരു 10 മിനിറ്റ് ഒരു പവർ നാപ്പൊക്കെ എടുക്കാൻ നിർത്തി. പക്ഷെ ആ 10 മിനിറ്റ് കഴിയുമ്പോഴും പിന്നെയും ബാക്കിയുള്ളവർ പിന്നെ ഓരോരുത്തർ വീഡിയോസ് എഡിറ്റ് ചെയ്യുക, ഫോട്ടോസ് എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ടൈം അതൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്നിരുന്ന് അങ്ങനെ വന്ന് നമ്മൾ വിചാരിച്ചതിനേക്കാളും ലേറ്റായി 8:30 എത്തിയപ്പോൾ. ഇന്നിപ്പോൾ ചെന്നൈ എക്സ്പ്ലോർ ചെയ്യണം. മോസ്റ്റ്ലി നാളെ രാവിലെ ചെന്നൈയിൽ നിന്ന് വിടാനാണ് പ്ലാൻ. അപ്പോൾ കുറച്ച് ഇന്നലെ കാര്യമായിട്ട് എക്സ്പ്ലോറേഷൻ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഫുള്ള് ഹൈവേസിലുള്ള റൈഡ് മാത്രമുള്ളായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഉണ്ടായ കുറച്ച് ഇൻസിഡൻസ്. ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് നമ്മളെ ഡെസ്റ്റിനേഷന് ഇവിടെ എത്താനൊരു 10 കിലോമീറ്ററൊക്കെ ബാക്കിയുള്ളപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ റോഡൊക്കെ ആകെ മോശമായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നത് നൈറ്റ് ഡ്രൈവ് ഇല്ല എന്നുള്ളതാണ്. ബട്ട് ഇന്നലെയും മിനിഞ്ഞാന്നും നൈറ്റ് ഡ്രൈവൊക്കെ ആയിപ്പോയി. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ആയിപ്പോയി. ഞങ്ങളെ മുന്നിൽ ഇപ്പോൾ ഞാനും ഷെബീബ് ഉണ്ടായിരുന്നു. അസ്ലം കുറച്ച് മുന്നേക്ക് എത്തിക്കഴിഞ്ഞു. ഞാനും ഷെബീബ് ഉണ്ടായിരുന്നു. ഞങ്ങളെ മുന്നിൽ ഒരു സ്കൂട്ടറുമ്പോൾ 2 പേര് പോവായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി കുഴി എന്ന് പറഞ്ഞാൽ വലിയ കുഴിയല്ല, ഒരു ചെറിയൊരു കുഴി. ആ കുഴീൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു കുഴി. കറക്റ്റ് ഒരു ടയറിന് കൊള്ളാൻ പറ്റിയ കറക്റ്റ് ഒരു ടയറാണ് പോയി ലോക്കാവുന്ന ടൈപ്പ് ഒരു കുഴി. അതിൽ വരെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ട് ടയറാണ് കയറി. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. ബാക്ക് പൊന്ത് വണ്ടിയാണ് മറിഞ്ഞ് 2 പേരും മുന്നേക്കാണ് തെറിച്ച് വീണ്. ഒരാളെ പല്ലൊക്കെ ഫേസാണ് ഇടിച്ചത്. പല്ലൊക്കെ ആകെ ചോരയൊക്കെ വന്ന് അയാളെ മാസ്കൊക്കെ അവിടെ റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതിലൊക്കെ ഫുള്ള് ചോരയും ഡ്രസ്സൊക്കെ ആകെയാണ് കിടന്ന്. 2ാമത്തെ ആൾ കാലിൻ്റെ മുട്ടാണ് തട്ടിയത്. അയാൾക്ക് കുറച്ച് വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബൈക്കൊക്കെ നിർത്തി ഇവർ കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഞങ്ങൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഓട്ടോ ഒക്കെ വിളിച്ച് വീട്ടിൽ പോകാമെന്നൊക്കെ അവർ പറഞ്ഞു. കുഴപ്പമില്ല, ഓടിക്കാനൊക്കെ പറ്റും പറഞ്ഞ് 1-2 നാട്ടുകാരും വന്ന് പറഞ്ഞതെന്താ വെച്ചാൽ പല സംഭവങ്ങളും ഹെൽമെറ്റുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്നലത്തെയൊക്കെ അത് ജസ്റ്റ് അയാൾ ലക്കിയെന്ന് ഞാൻ അങ്ങനെ പറയുള്ളൂ. അയാൾ ലക്കിയെന്ന് കാരണം ഫേസൊക്കെ ഇടിച്ചത്. ഇപ്പോൾ ഞങ്ങൾ തന്നെ കണ്ട ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരു മേജർ ആക്സിഡൻറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തന്നെ, അതും ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്ക് കൺവീനിയൻസ്, എസ്പെഷ്യലി ഇപ്പോൾ കണ്ണാട ഇടുന്ന ആൾക്കാരൊക്കെ നമുക്ക് കണ്ണാട ഇടാനും ഊരാനും ആ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇടങ്ങാറാണ് സ്റ്റാർട്ടിങ്ങിൽ. ബട്ട് അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതില്ലാതെ റൈഡ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഹെൽമെറ്റ് മസ്റ്റാണ്. ഹെൽമെറ്റാണ് ഏറ്റവും ബേസിക്. ഹെൽമെറ്റ് കഴിഞ്ഞ് പിന്നെ ഗ്ലൗസ് ഗ്രാജുവലി അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി റൈഡിന് മുമ്പ് എൻ്റെ ഗിയേഴ്സ് അപ്ഗ്രേഡ് ചെയ്തു. എൻ്റെ അടുത്ത് എല്ലാ ഫുൾ സെറ്റ് ഗിയർ ഉണ്ടായിരുന്നു, ബട്ട് അത് ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തു. നമുക്ക് ഓരോ ലെവൽ നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ച്, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ അനുസരിച്ച്, നമ്മൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അനുസരിച്ച് ഇത് അപ്ഗ്രേഡ് ചെയ്യണം. അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഗിയേഴ്സ് മസ്റ്റാണ്. എപ്പോഴും ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കാം. ഇന്നലെ എന്നിട്ട് ഉണ്ടായത്, ഇവർ അങ്ങനെ ഞങ്ങൾ കുറച്ചേരം അവരുടെ കൂടെ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങൾ വേണമെന്ന് വിചാരിച്ചൊക്കെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് വണ്ടി വരണം. നമ്മൾ വിചാരിച്ച ഭാഗ്യം, ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യം അവരെ ഏറ്റല്ലോ. പോലീസ് വണ്ടി ആ അവരാ ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ വന്ന് നിർത്തി. ഓര് നോക്കി ഓര് പോയി. എനിവേസ് അപ്പോഴാണ് നമ്മളെ കേരള പോലീസും ഓരോരുത്തർ ആറ്റിറ്റ്യൂഡിലുള്ള ഡിഫറൻസ്. നമ്മൾ കേരള പോലീസൊക്കെ എന്തായാലും നിർത്തിയിട്ട് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതാണ് ആലോചിച്ച് പോയി. കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഇവരെല്ലാവരും അപ്ന നിങ്ങൾ വീണ നിങ്ങൾക്ക് പോയി ആ രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ നമ്മളെ 2 വണ്ടിയും ചെയിനൊക്കെ ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ ലൂബ് ചെയ്യണം. അസ്ലമിൻ്റെ വണ്ടി ഇവിടെ തന്നെയാണ്. അസ്ലം വീഡിയോ എഡിറ്റിങ്ങും ഫോട്ടോ എഡിറ്റിങ്ങും തിരക്കിലാണ്. 100 കിലോമീറ്ററിൽ കുറവ് സംതിരിച്ചാണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ 200 കിലോമീറ്ററിൽ റൈഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ദെൻ നമുക്ക് ബാക്കി എന്തുണ്ടാവും, 1000 കിലോമീറ്റർ കൂടി ഉണ്ടാവും. ഇതിൽ 1000 എന്ന് പറയുമ്പോൾ നമുക്ക് 1000 ഒരു 50 കൂടിയും കൂട്ടേണ്ടി വരും നമ്മളൊരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ 500 2 ദിവസം നമ്മൾ 500 വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഓടേണ്ടി വരും. അങ്ങനെ 500 ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 500ൽ 2 ലൊക്കേഷനുകൾ ഓൾറെഡി മാർക്ക് ചെയ്ത് നോക്കണം ഏതൊക്കെയാണെന്നുള്ളതും. ആ ഏരിയയിലെ ഹോട്ടലുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി പോപ്പുലറുള്ള ടൗണുകൾ നമ്മൾ സ്റ്റേ അറേഞ്ച്മെൻറ്റ്സിൽ സെറ്റ് ആക്കണം. മൊത്തം 1000 എന്താ പറയുന്നത്? മൊത്തം 1200. 100 നമ്മൾ ഇന്ന് എന്തായാലും ഓടും. ഐ മീൻ കുറച്ച് കറങ്ങലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ റൈഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 100 എന്തായാലും ഓടും. അത് കഴിഞ്ഞിട്ട് പിന്നെ 1100 ഉണ്ടാവും. അതിൽ നമുക്ക് 550 രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും. ഫുൾ ഹൈവേ അല്ലേ? ആ ഫുൾ ഹൈവേ ആണ്. അപ്പോൾ ഇന്നത്തെ കോസ്റ്റൽ ഹൈവേ ആണ്. പോണ വഴിയിൽ വേറെ ഇതൊന്നുമില്ല, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കാതെ നമുക്ക് നോക്കാം, തീർച്ചയായിട്ടും നോക്കാം. ഇപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഡാം പറഞ്ഞു, അത് നമ്മൾ പോണ വഴി തന്നെയാണ്. ഒരു പോണ്ടി ലേക്കാണ്. ലേക്കാണ് ആക്ച്വലി, ഡാമല്ല. ഒരു പോണ്ടി ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പോകാനുള്ളത് നമ്മുടെ ചെന്നൈ ടൗണിലേക്കാണ്. അങ്ങനെ പോവാം. ശ്രീ സിറ്റി ഫയർ സ്റ്റേഷന്, ശ്രീ സിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചൊരു പോപ്പുലറായിട്ട് കാണുന്ന, പോപ്പുലർ അല്ല, ഇതൊക്കെ ചെന്നൈൻ്റെ അകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അടുത്ത ഒരു ഫേമസ് ടൗൺ എന്ന് പറയുന്നത് സുല്ലൂർപേട്ടയാണ് അടുത്ത്. ഇത് നമുക്ക് മറീന ബീച്ച് ഒക്കെ ഈ സൈഡിലാണല്ലേ. മറീന ബീച്ച് നമുക്ക് എന്തായാലും കിട്ടലുണ്ടാവില്ല. കണ്ടോ, മറീന ബീച്ച് ഇവിടെ കിടക്കുന്നത്, നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ പോയിട്ട് ഇങ്ങനെ പോകേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നേരെ ശ്രീ സിറ്റി, സെല്ലൂർപേട്ട. നമുക്ക് ഈ സെല്ലൂർപേട്ട അല്ലെങ്കിൽ ഈ ബി ഒഴിവാക്കാം. ബി ഒഴിവാക്കിയിട്ട് ഈ റൂട്ടിൽ നമുക്ക് ഫിനിഷ് അടിച്ചിട്ട് அந்த റൂട്ടിൽ നമുക്ക് എന്നെല്ലാമേ കിടക്കുന്നത് അത് അട്രാക്ഷൻസ് നമുക്ക് സെർച്ച് ചെയ്യാം. അട്രാക്ഷൻസ് സാധാരണ എൻ്റെ വണ്ടിക്കാണ് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ കയറേണ്ട ആവശ്യം വരാറ്. കാരണം ഏറ്റവും മൈലേജ് കുറവുള്ള വണ്ടി ഉണ്ട്. ഇപ്പം ഇന്നലെ ഡൗട്ട് വന്നതെന്ന് വെച്ചാൽ ഷബീബിൻ്റെ മൈലേജ് കാണിക്കുന്നില്ല വണ്ടി. മൈലേജിൻ്റെ സെൻസ് എന്നെക്കാളും കുറവ് എന്നുള്ള പോലെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട് കാൽക്കുലേഷനിൽ. അപ്പോൾ അതെന്താ കൺഫേം ആക്കാൻ വേണ്ടി ഒരു 100 കിലോമീറ്റർ ഓടിപ്പോൾ അവന് ഫുള്ള് അടിച്ച് നോക്കുകയാണ്. ഒരു 490 റുപ്യക്ക് എൻ്റെ വണ്ടിയിൽ അടിച്ചപ്പോൾ വണ്ടിയിൽ 510 റുപ്യ അടിക്കേണ്ടി വന്നു. അതിന് തൊട്ട് മുമ്പത്തെ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ടുള്ളായിരുന്നു സംശയം തീർക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളെ മുതലാളി ഇപ്പോൾ പറയണത് മൈലേജ് ഷോർട്ടാണെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഇടും, ഫില്ലിനായിട്ട് ബാക്കി റൈഡ് കണ്ടിന്യൂ ചെയ്യും. നോക്കാം, എന്നറിയാമല്ലോ.
ബൈക്ക് പോവില്ല, കാറ് പോകുന്നോ? പക്ഷെ ഇപ്പോൾ പോണത് കണ്ടത് ബൈക്കാണല്ലോ, ബൈക്കൂടെ പോയത്. പക്ഷെ ആ ബൈക്ക് വന്നത് ശരി അപ്പുറത്തെ സൈഡിൽ നിന്നായിരുന്നു കേട്ടോ. എങ്ങനത്തെ പറഞ്ഞ കേരള കേരള മൊബൈൽ ഹായ്. We are in Chennai, Pundi Lake. Pundi Lake, biggest lake in surrounding the Chennai. Biggest lake in Chennai. Yes. Biggest lake in Chennai. And then Puyal, Pichatur Lake, Puyal Lake, Sambramakam. This is also used by Chennai. But this one is only big and among that all lakes. Okay. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും വെള്ളം കൊടുക്കുന്ന ഇവിടുന്നാണോ? സെറ്റ് ആണല്ലേ? कोलकाता का पुरम नेपाल, नेपाल का पुरम Kolkata to Nepal, Nepal is we have only playing, gaming, catching the fish, rain, eating the goat. hotel room. Always fully enjoy this corona time. We don't bother about the corona, anything etc. We have only enjoy. Dulquer Salman. How you know Dulquer Salman, Nivin Pauly? You watch Malayalam movie? Kalidas Jairam. Prema. Nivin Pauly and Sai Pallavi. Kalidas Jairam. Place la idhila Instagram upload பண்ணுங்க. Upload. വിജയനെ ടാഗ് ചെയ്യാം. Okay, bro. ഒരു 3/4 മണിക്കൂർ നിന്നപ്പോഴേക്കും കാലാവസ്ഥയൊക്കെ ആകെ മാറി വരാൻ തുടങ്ങി കേട്ടോ. കണ്ടിട്ട് നല്ല മഴ വരുന്ന ലക്ഷണം തോന്നുന്നുണ്ട്.
ഇന്നലെ ഏതായാലും മഴ കിട്ടിയില്ല. ഇന്നിപ്പോൾ നമ്മളിവിടെ ലേക്കിൻ്റെ അടുത്ത് വന്നപ്പോൾ നല്ല അടിപൊളി മഴ. അതും പെട്ടെന്ന് തന്നെ, നമ്മൾ ബൈക്ക് എടുത്ത് വന്നപ്പോഴൊന്നും മഴ വന്നിട്ടില്ല. ഓ സ്ട്രോങ് ആവുന്നുണ്ട്. പൊളി പൊളി പൊളി. ആരംഭിക്കാൻ പോകുന്നത് കവർ നനഞ്ഞു നിൽക്കുമ്പോൾ വണ്ടി നല്ല മാച്ചാവുണ്ട് ഇപ്പോൾ. ഇതിന്റെ കവറിന്റെ പുറത്ത് എത്ര ഉണ്ടെന്ന് കുറച്ച് മിനിറ്റ് അറിയാം. വണ്ടി ഓട്ടുന്നത് പിന്നെ കേരള ആ നേപ്പാൾ പോകുന്നത്. നേപ്പാൾ ആ റോയൽ എൻഫീൽഡ് 650 മൈലേജ് 25 എന്നാ പോട്ടെ അണ്ണാ. ഞാനില്ല. ഓ മാൻ, ഡാർക്ക് അടിപൊളി ഓഫ് റോഡ്. സാധനം വലിയ ബാലൻസ് ഒന്നും ഇല്ലാതെ വണ്ടി ടയർ എങ്ങോട്ടോ പോകുന്നുണ്ട്. വണ്ടി അതിൻ്റെ കൂടെ എങ്ങനെയാണ് പോവാണ്. ഏതായാലും പോയൊക്കെ വീണാലും മാക്സിമം ഇപ്പം എന്താ പറ്റുക, കുറച്ച് വണ്ടിമ്മ ചളിയോ മേത്ത് ചളിയോ, അല്ലാതെ വേദന ഒന്നും ഉണ്ടാവില്ലല്ലോ. നല്ല സോഫ്റ്റ് സാധനമല്ലേ. അവിടെ വഴുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ചെങ്ങായി. സ്ലോ ആക്കല്ലേ. വണ്ടി സ്ലോ ആക്കല്ലേ, സ്ലിപ്പ് ആവുന്നുണ്ട് ഞാന്. ഇത് വഴുക്കുണ്ട് കേട്ടോ. ആ ബാക്ക് വണ്ടി ആ അടിപൊളി. മൂപ്പര് പറഞ്ഞു നന്നായി. താങ്ക് യു അണ്ണാ. നിന്റെ പോവല്ലോ. ശരി. You like traveling? I like traveling. I also like to reach Himalaya. I like Nepal, Bhutan are very beautiful country. You watch videos? Nepal, yes, Bhutan. Yes. I'm also interested. My friend also interested. One day my friends also plan to go Himalaya. Definitely. My
Bike not. Not bike. Not bike. In bus. Bus, I see train and all, yeah. Yes. But definitely I reach Himalaya one day. Beautiful place. Beautiful. Yes. Bhutan, Nepal, Sikkim. They are beautiful place. One day I compulsory visit. Definitely. You have come to Kerala? Kerala. Kerala is so beautiful place. Sabrimala. Sabrimala you have been. Yes. Kerala also beautiful place. Nice place to visit. So many places are there. In one village there is no road, only boat. That village called I forgot that. Where village? Alappuzha, not Alappuzha. Where? There is no bus travel available. Only boat. നമുക്ക് അറിയാത്തൊരു സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബോട്ട് മാത്രമുള്ള ഏത് വില്ലേജിലാടാ? റോഡില്ലാതെ ബോട്ട് മാത്രം? You watch Kumblangi Nights movie. Kumblangi Nights movie. Yeah. I seen that movie. One day we was nearby there, but the people are traveling only the boat, not by walking or next town also going to boat. Yes, I watch so many movies. I like Malayalam movies, Queen, especially Queen. So you understand Malayalam? Huh? Understand Malayalam? Subtitle. Little bit I know Malayalam. Favorite actor? Favorite actor, Nivin Pali. Nivin Pali. I'll ask you. Dulquer Salman. Who is this? Dulquer Salman. This. Down. Isa. Ah. Mammootty, I think Mohanlal. Kumblangi Nights. This is recently he acted in a Tamil movie. You Nasiri husband. Shammi hero. Yes. Fahad Fasil. Muslim, I think. You know this person? Yes. Ronaldo, you know. These people you don't know. Which is your favorite dialogue in Malayalam movie? In Malayalam movie, I forgot. I like Prema movie. I watched it 10 times. Which one? Prema. Nivin Pali character. Super. Yes. I watched Kumblangi Nights 3 times, Queen 2 times, Virus movie. നമ്മൾ നേരത്തെ ഡാമിൻ്റെ അവിടെ നിന്നും കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടോ. എല്ലാവരും നിവിൻ പോളി, ദുൽഖർ സൽമാൻ, അത് ഇതിൻ്റെ ആൾക്കാരാണ് എല്ലാം. മമ്മൂട്ടി. ആടുജീവിതം. മഴയൊക്കെ ഏകദേശം ആന്ധ്ര ബോർഡറിലെത്തിട്ടോ. മഴയൊക്കെ ഏകദേശം സെറ്റിലായ മട്ടുണ്ട്. പോയൊക്കെ ഇവിടെ ഏറെക്കുറെ കണ്ട റെസ്റ്റോറൻറ്റിലൊക്കെ ഹോട്ടലിലൊക്കെ ഇതാണുള്ളത്. എന്ത് അല്ല, കുരങ്ങനെ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്താ. മറ്റേ മുട്ട റൈസോ, എഗ് റൈസും മറ്റേ റൈസ് എന്തായിരുന്നു? ഗോബി റൈസ്. എഗ് റൈസ്, ഗോബി റൈസ്, ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനം. നമുക്ക് ഇനിയിപ്പോൾ ഈ ഹൈവേന്ന് നമുക്ക് കൊൽക്കട്ടയ്ക്ക്, നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കൊൽക്കട്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊൽക്കട്ട പ്ലാനാണ്. കൊൽക്കട്ടയ്ക്ക് 1670 കിലോമീറ്റർ ഉണ്ട്. ഇങ്ങനത്തെ റോഡ് നമുക്ക് ഇനി ഒരു 50 കിലോമീറ്റർ പോകണ്ട ഹൈവേ കയറാൻ. 1670 കിലോമീറ്റർ. 2 ദിവസം മതി. പക്ഷേ ഞങ്ങളെ പോക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ 2 ദിവസം കൊണ്ട് എത്തൂല. നമ്മൾ മെല്ലെ അങ്ങനെ പോയി നോക്കാം നമുക്ക്. Who told you it is tough course or not? My friends are told to I finished the schooling, then I will interested to take the CS course. But the CS course is very tough. One subject fail, you failed in all subjects. You write all the subject in next summers also. If we have interest and if you are ready to do hard work, we can pass. Tough. Yeah, okay. Not tough, there is a lot to study. But if you are involved in the subject, that is very easy. Easy, you know. But if not interested, very tough.
ബൈക്കുമ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച മുതലായിട്ടോ. ആര് വന്നാലും ഫസ്റ്റ് തന്നെ എവിടേക്കാണ് പോകണമെന്ന് പറയുമ്പോണ്ട് എന്താ പരിപാടി, ചാനലിൻ്റെ പേര് ഏതാണെന്നുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് CAൻ്റെ സ്റ്റിക്കറൊക്കെ കണ്ടിട്ട് CA വെരി ടഫ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വന്നതാണ്. നല്ല രസമുള്ളൊരു മനുഷ്യൻ, നല്ല രസമുള്ളൊരു കഥാപാത്രം. ഹിമാലയ പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേപ്പാൾ, ഭൂട്ടാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പോകാൻ പറ്റട്ടെ. നമ്മളും ആ പ്രയാസമൊക്കെ കൊടുത്ത് വിഷസൊക്കെ കൊടുത്ത് നമ്മൾ പോകാൻ നോക്കട്ടെ. When I see you dancing, I'm like, hola, 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 hola. With your move fancy, make me wanna hola, 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 hola. I got your attention, spending that moolah, 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 moolah. I'm a drop top in pocket, swolla, 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 swolla. Swolla, swolla, swolla. Swolla, swolla, swolla. When I see you dancing, I'm like, hola, 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 hola. Your move, see me wanna hola, 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 hola. ഞാൻ എന്താ ഇന്നലെ പഠിച്ച ഇന്നലെ രാവിലെ അടിച്ചല്ലേ? ആ, നല്ല മൈലേജ് ഉണ്ട്. ഇത് എന്തിനത് കൊടുക്കണേ? വണ്ടിന്റെ മോള് മൈലേജ് ഉണ്ട്. ഇത് കടിയാണ്. ഇത് വണ്ടി കുറച്ച് ഓടിക്കാൻ അതിൽ ചെട്ടു അടിച്ചോ, എൻജോയ് ചെയ്തോ. പൊടിയാണ് വണ്ടി. ഈ വണ്ടി നമ്മൾ ട്രിപ്പ് കഴിഞ്ഞാൽ കൊടുക്കാനുള്ളതാട്ടോ. മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മൈലേജാ. 55-60 മൈലേജ്. 60-നല്ലത്. ഇത് സ്പ്ലെൻഡർ R15 കിറ്റ് കയറ്റിയ വണ്ടിയാണ്. അതെ അതെ. നല്ല നീറ്റ്ലി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ഷൂവിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിടാം. ആകെ പ്ലിക്കു ആവുന്നുണ്ട്. ഏതെങ്കിലും മണ്ടന്മാർ അങ്ങനെ ഇടോ? ഇതിങ്ങനെ ഉള്ളിൽ കയറാക്കില്ല. അതിപ്പോ ആയതാ, ഞാൻ അറിഞ്ഞിട്ടില്ലേ. ഞാൻ കാല് കയറ്റി വെക്കുമ്പോളേ അല്ല. എന്നാ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറ്റി? വെള്ളം കയറാൻ പാടില്ല. ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലേ? അടിപൊളി സ്ഥലം. ഞാൻ ഫസ്കാക്കിന്റെ അപ്പോഴും നോക്കിയാ. ഫസ്കാക്ക് പറഞ്ഞില്ല ഇവിടെ ഈ ആന്ധ്ര ബോർഡറിലാണ്. അപ്പോഴോന്റെ ഇവിടെയും കാണില്ല. ഇവിടെയാണ് ഒരു വരുന്നത് വർക്ക് ചെയ്യാന്. സമ്മതിച്ചിട്ടോ. ഞാൻ വൈഫ് വെച്ചിരുന്നു. ഒരു ചൈന ബോർഡെ കാണുന്നുണ്ട്. ചൈനയിലെത്തി. ഞാൻ പറഞ്ഞ പറക്ക വെച്ചു. അല്ല നിങ്ങൾ വിശ്വസിച്ചാൻ പറ്റൂല. 12,000 റുപ്യ 145 ലിറ്റർ. ഇത് ശരിക്കും ട്രക്കിന് അടിക്കാനുള്ള ഇതാ. അവിടെ വേറൊരു ഏരിയ, വലിയൊരു പമ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയൻ്റെ ഭാരത് പെട്രോളിയം. മുന്നിൽ എന്തല്ലേ. ഒന്ന് നല്ല മഴ കിട്ടി, സാധാരണ പോലല്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എന്ത് നീ ഇത് അടിച്ചാ? ഫുഡ് നമ്മൾ വെക്കും. ഫുഡ് വെക്കാതെ വേറെ പരിപാടിയില്ല. ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാം. മറ്റേ ഞാൻ മൈലേജേ ഇല്ല. എനിക്ക് പോയിരുമ്പോഴത്തേനും 25 റുപ്യ പെട്രോളിന് മാത്രം വരും. ഞാൻ ഒരു 15-20 പെട്രോൾ ചോദിച്ചിട്ടുള്ളേ. 15 രൂപ. അല്ല ഇപ്പൊ നമ്മൾ ഈ ബൈക്കിനെ തിരിച്ചു വരിക. ഇത് കാര്യത്തില എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. കാര്യത്തിലാണ് എന്ത് ഒരു വണ്ടിമേ നമ്മൾ പില്ലിയൻ അടിച്ച് അതിമത്തെ ലഗേജ് ഫുള്ള് നമ്മൾ ഈ വണ്ടിമേ കയറ്റി ഇനി 2 വണ്ടിമേ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാന്നോ? അതിമഞ്ഞൊരു തുള്ളി ലഗേജ് കയറൂല.
അതിന് പില്ലർ റൈഡർ കയറൂലേ? പില്ലിയൻ റൈഡർ കയറും, ലഗേജ് കയറൂല. പില്ലർ റൈഡർ കയറിയാൽ മതി. നമ്മൾ ലഗേജ് നമ്മളിവിടെ തട്ടുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് നമുക്ക് വല്ല അങ്ങനത്തെ ഓഫ് റോഡ് സെറ്റപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി വാടക എടുത്തോളാം. എന്നാൽ എനിക്ക് അത്ര നഷ്ടം വരില്ല. അല്ലടാ വണ്ടി ഇന്ത്യക്ക് പോകും. ഞാൻ അവിടെ നിങ്ങൾ രണ്ടാളും കാര്യത്തിലാട്ടോ. എടാ ഇത് അത്രയും മൈലേജ് ഷോട്ടാണ് വണ്ടി. എടാ നാട്ടില് ലഗേജ് ഇല്ലാതെ 45 കിട്ടിയ സാധനം എങ്ങനെ പെട്ടെന്ന് കുറച്ച് കിലോ വന്നപ്പോൾ 35 വരുന്നത്? ഈ ബോക്സിന് ഒഴിവാക്കണം. ബോക്സ് ഇവിടെ വെക്കാം. ബോക്സ് 5 കിലോ. ഇപ്പൊ ഒരാളിരിക്കണ വെയിറ്റ് ആയോ മൊത്തം കൂട്ടുമ്പോ? എന്നാലും 10 കിലോമീറ്റർ കുറയാൻ പാടില്ലല്ലോ. അസല പോയ വണ്ടി എടുക്ക്. ഓനെന്തൊക്കെയാ പിരാന്തരം പറയുന്നുണ്ട്. വണ്ടി എടുക്ക്, കോൺഫിഡൻസ് എടുപ്പാ. പ്രശ്നമായി ഇത് 10 മാത്രം നോക്കിയാൽ ഗൈസ്. ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ വിചാരിച്ചൊരു 45-50 മൈലേജ് കിട്ടുന്നതാണ് എക്സിറ്റിന്. പക്ഷെ 45-50 പോയിട്ട് ഒരു 25-30 നിൽക്കുകയാണ്. 36.7 36.7 പതുക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് ആ വോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 70-80 സ്പീഡിൽ 70 സ്പീഡിൽ ഞാൻ അതിനേക്കാൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ എക്സ്പെക്ടേഷനാണ് പ്രശ്നം. അപ്പൊ ഇനിയിപ്പോ പ്ലാൻ ചെയ്യണത് അതുകൂടി പറഞ്ഞു. നമ്മള് പ്ലാൻ ചെയ്യുന്നില്ല. നമ്മള് ആക്ച്വലി ഇപ്പൊ പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ അതായത് നമ്മള് ഒരു അപ്പം എടുക്കുന്നു, 2 പീസ് ആക്കുന്നു. ഒരു മുറി അനക്കും, ഒരു മുറി ഓനും. അപ്പോ നിങ്ങൾക്ക് രണ്ടാളും പ്രശ്നം തീർന്നേ. നിങ്ങൾക്ക് രണ്ടാൾക്കും മുറിയില്ലാത്ത പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. വിഷയം പറ. പ്ലാൻ പറ. പ്ലാൻ എ കൊൽക്കത്ത, പ്ലാൻ ബി ജമ്മു കാശ്മീർ, പ്ലാൻ സി ഓന് ഈ ലഗേജ് ഫുള്ള് ഒരു R15 കയറ്റണം. എന്നിട്ട് ഓന് എൻ്റെ വണ്ടിൻ്റെ ബാക്ക് കയറാം. ഇറങ്ങി വന്നപ്പോൾ വൺ ഡയലോഗ് ദാറ്റ് വാസ് പൊളിമാൻ എന്നുള്ള പോസ്റ്ററൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കയറുന്ന സ്ഥലങ്ങളിലൊക്കെ ഫുള്ള് പട്ടാളക്കാർ കഥ പറഞ്ഞ മാതിരി 2008 ഞങ്ങൾ കാശ്മീർ അടിച്ച് ഇപ്പോൾ സെക്കൻഡ് ഫേസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എൻ്റെ റൈഡ് ചെയ്യണ്ട, മൈലേജ് ഇല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിർത്തിയിടണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ നിർത്തണ്ട, കുറച്ചുകൂടി മേലെ പോയിട്ടില്ലേ. ഇത് ഡീഗ്രഡേഷൻ ആയിട്ട് തന്നെ കൂട്ടിയാൽ മതി, അല്ല എന്തതിന് പറയാ. അതന്നെയാണ് ഡിഫേമേഷനും ഡീഗ്രഡേഷനും അതേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ തിരിച്ച് ഇതുവരെ വരണം, പിന്നെ നമ്മൾ ചെന്നൈ വഴി തന്നെ മടങ്ങണം. അതൊക്കെ പറഞ്ഞിരിക്കണേ. മഴയൊക്കെ പെയ്തിപ്പോൾ കയ്യിൽ ഗ്ലൗസിൻ്റെ പുതിയ ഗ്ലൗസിൻ്റെ കളറൊക്കെയാണ് വരികയാണ്. ഇത് ഹെൽമെറ്റ് ഒന്ന് പൊളിഞ്ഞു വരാം, പഴയ ഹെൽമെറ്റാണ് താഴ്ന്ന്. അപ്പോൾ ഇവിടെ നിർത്താതെ കുറച്ചുകൂടി മേലെ പോയിട്ട് അവിടെ നിർത്തിയിട്ട് എന്നാൽ പിന്നെ അവിടുന്ന് വേറെ റൂട്ട് പിടിച്ച് മടങ്ങാന്നുള്ള പ്ലാൻ. ബാംഗ്ലൂരൊക്കെ പിടിച്ച് മടങ്ങാം, ചെന്നൈ കൂടെ തന്നെ മടങ്ങണ്ടല്ലോ എന്നൊക്കെയാണ് ഇപ്പോൾ മൂപ്പര് പറഞ്ഞു കൊടുക്കണേ. നിങ്ങൾ എങ്ങനെയെങ്കിലും മുടക്കാൻ നോക്കട്ടെ. ഓന് രസമായിട്ട് 3 വണ്ടിയൊക്കെ ആയിട്ട് പോണ ത്രില്ല് വേറെ തന്നെ അല്ലേ. Actually, in Nellore, my room is there, but my roommate went outside. Actually, he'll be come around 11 o'clock and all. മൂവ് ചെയ്തോ. ഗൈസ് 3 ദിവസം ബൂട്ട്സ് ഇട്ട് റൈഡ് ചെയ്തപ്പോൾ നിന്റെ കാല് വെളുത്തു. ഇതിന്റെ കാലല്ല, കാല് മാത്രമല്ല വാസായം കൂടി വെളുത്തത്. വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതേതാ എല്ലാവരും കാലും വെളുത്തു കേട്ടോ. ഈ പമ്പ് കണ്ടപ്പോൾ തന്നെ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ല. ഇത് ഭാരത് പെട്രോളിയമിൻ്റെ മെയിൻ പമ്പാണ്. അവിടെ ടാങ്കൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് നൈറ്റ് ലൈറ്റ് കാണുന്നുണ്ടാവോ. ഇത് ജസ്റ്റ് ഇവിടുത്തെ ടാങ്കറൊക്കെ അടിക്കുന്നത്, ഇവിടെ നമ്മളിപ്പോൾ പാസ് ചെയ്ത ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ടാങ്കറൊക്കെ അടിക്കുന്ന സ്ഥലം. അതിൻ്റെ മുന്നിൽ അപ്പുറത്താണ് മെയിൻ പമ്പ്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങളിവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നല്ല സ്ഥലമായിരുന്നു, വലിയ കൊതുകൊന്നുമില്ല, നല്ല ഫെസിലിറ്റി, നല്ല നീറ്റായിട്ടുള്ള പമ്പ്. രാത്രിയായും ചെയ്തു. നമ്മൾ ഫസ്റ്റ് പ്ലാൻ പ്രകാരം 6 മണിക്കാവുമ്പോൾ നിർത്താനുള്ള പ്ലാനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അത് 2 ദിവസമൊന്നും നടന്നിട്ടില്ല. ഇന്നിപ്പോൾ അങ്ങനെ നൈറ്റ് ഡ്രൈവ് വേണ്ടെന്നുള്ളവർക്ക്
ടൈറ്റഡ് വേണ്ടെന്നുള്ളവർക്ക് 17 കിലോമീറ്റർ കവർ ചെയ്യാൻ നിർബന്ധം. 17 കിലോമീറ്ററോ? അത് കവർ ചെയ്യാൻ നമ്മളിന്ന് എത്ര ഓടി? 76. 76? നമ്മളൊന്ന് കോഴിക്കോട് പോയി. കോഴിക്കോട് പോയൊന്നു അല്ലേ? പോയി വന്നിട്ടില്ല, കൊണ്ടോട്ടി എത്തിയിട്ടില്ല. പോയിട്ട് കൊണ്ടോട്ടി എത്തിയിട്ടില്ല. ആകെ മഴയാണ്. 76 കിലോമീറ്റർ ആകെ ഓടിയത്. ഇന്ന് നല്ല ചളിയിലൂടെ ഒക്കെ ഓടിച്ചിട്ടോ, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എന്തായാലും 3 ദിവസത്തെ കിലോമീറ്റർ കാൽക്കുലേറ്റ് എനിക്ക് വൻ ഷോക്കാണ്. ബട്ട് വി ആർ എൻജോയിങ്. അത്ര കൂട്ടിയാൽ മതി. ഇന്ന് തുടങ്ങാൻ തന്നെ നല്ല ലേറ്റ് ആയിട്ടോ. അതായത് വീടൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ വ്ളോഗും ചെയ്യണമല്ലോ, കിട്ടിയ ചാൻസ് ആയപ്പോൾ ഡ്രസ്സൊക്കെ അലക്കി വണ്ടിയൊക്കെ കഴുകി. വണ്ടി കഴുകിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. വീണ്ടും ചളി കൂടെയൊക്കെ തന്നെ പോകുന്നത്. അപ്പോൾ അടുത്ത സ്റ്റോപ്പിലേക്ക് പോയി നോക്കട്ടെ, കാലാവസ്ഥ എന്താവുമെന്ന് അറിയില്ല. അവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ആ കാണുന്ന ലാസ്റ്റത്തെ 2 എണ്ണത്തിലും പെട്രോൾ ടാങ്ക് ഇല്ല. അപ്പോൾ അവിടെ വണ്ടി നിർത്തൂല. അഥവാ മഴ പെയ്ത ടെൻറ്റ് അങ്ങോട്ട് തന്നെ വലിച്ചിടുക എന്നുള്ള പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ ചോദിച്ച മാനേജർ, നേരത്തെ സംസാരിച്ച ആൾ, മൂപ്പർക്ക് ഹെഡിനോട് ചോദിക്കണം. ഒരാളെ വിളിച്ചു, പിന്നെയും പലരോട് ചോദിച്ചു നോക്കണം പറയുമ്പോൾ നമ്മളും പിന്നെ വല്ല ബുദ്ധിമുട്ടിക്കിട്ടായിരുന്നേ അടുത്ത സ്റ്റോപ്പിലേക്ക് പോയി നോക്കാം. വല്ല ഹോസ്റ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും പമ്പോ ടെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ എനിവേസ് സമയം 6:32. ആകെ നനഞ്ഞേക്കണം. ഇനി നനയാനൊന്നും ബാക്കില്ല. നിങ്ങളെ ഗിയറ്, ഗ്ലൗസിൽ നിന്നൊക്കെ ഫ്രഷ് ഗ്ലൗസിൻ്റെ കളറ് വന്നു തുടങ്ങി. ഉള്ളിൽ നിന്നുള്ള കളർ, ബ്ലാക്ക് കളറൊക്കെ കൈമായി തുടങ്ങി. ഷൂസൊക്കെ ഫുള്ള് സൂപ്പറായിരിക്കും. നല്ല കൂളിംഗ് എഫക്റ്റാണ്. നനഞ്ഞ ഷോക്സും ഷൂവും. ഏതായാലും പോയി നോക്കാം. ഒന്ന് പമ്പ് റൗണ്ട് എടുത്ത് കാണിച്ചു തരാം. ഒന്ന് ഇങ്ങനെ അല്ലേ, പമ്പ് കുറേ നേരം സൂക്ഷിച്ചല്ലോ. Attention, spending la moolah, 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 moolah. I'ma drop top in pocket, swolla, 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 swolla. അങ്ങനെ ഭാരത് പെട്രോളിൽ നിന്ന് റിജക്റ്റഡ് ആയിട്ട് നമ്മൾ തൊട്ടടുത്ത പമ്പ് ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഓടി വന്നപ്പോഴേക്കും റിലയൻസിൻ്റെ പമ്പ് കണ്ട് ഇവിടെ വന്ന് ചോദിച്ച് പെർമിഷൻ കിട്ടി. മിഞ്ഞാന്നത്തെ സേലത്തിലെ പമ്പ് പോലെ കൊതുക് ഉണ്ടാവാതെ തന്നാൽ മതിയായിരുന്നു. പുറത്ത് കുറേ നേരമായി മഴ ഇങ്ങനെ തുടങ്ങിയിട്ട് സ്ട്രോങ് ആയിട്ടില്ല. കൊതുകല്ലാന്ന് മഴയാണ്, കുറച്ച് ചൂടുണ്ട്. മഴ എടുത്ത് മണ്ടേണ്ടി വരും. ആകെ ചോരുണ്ട്. ചോന്നിട്ടില്ല, വെറുതെ ചോരുണ്ട്. ചോരുണ്ട് കാര്യം. ഇന്നലെ കൊതുക്. അയ്യോ, ആ ബക്കറ്റിടിക്കാം. ശരീരൊക്കെ ബക്കറ്റൊക്കെ വേണ്ടി വരും. അത് നല്ല ഐഡിയ കേട്ടോ. ഇത് 5-6 ബക്കറ്റ്.